പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി പറയുവാൻ കർത്താവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു അനുവദിച്ചിരിക്കുന്നു. വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന ക്ലാസ് അവസാനിക്കാറായപ്പോൾ ചിലർ മുദ്രകളെക്കുറിച്ച് 6 മുദ്രകളെക്കുറിച്ച് ക്ലാസ് ഇടാമോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഒന്നാമത്തെ ജീവിയെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വന്നിരിക്കുന്ന കുഞ്ഞാടായ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ എന്ന ഒരു ക്ലാസ് ഞാൻ ഇട്ടു. അതിൽ ഒന്നാമത്തെ ജീവി എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ 4 ജീവികളെക്കുറിച്ച് കർത്താവ് എനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ 4 ജീവികൾ എന്താണ് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനം, 2-ാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ആകാശത്തിലെ 4 കാറ്റുകളിലും മഹാസമുദ്രത്തെ ഇളക്കി മറിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ 4 ജീവികൾ കടലിൽ നിന്ന് കയറി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കടൽ എന്നത് പറയുന്നത് സമുദ്രമല്ല, അത് അറ്റ്ലാന്റിക് സമുദ്രമോ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമോ അല്ല. 4 ജീവികൾ കയറി വന്നത് 4 മനുഷ്യ സമുദ്രങ്ങളിൽ നിന്നാണ്. അതായത് ഇന്ത്യൻ ജനം, ഇന്ത്യയിലെ 140 കോടി സമുദ്രം പോലെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ജനം, അല്ലെ ചൈനീസ് ജനം, ചൈനയിലെ സമുദ്രം പോലെ വിശാലമായി 150 കോടി വരുന്ന ജനം, മറ്റ് മുസ്ലിം ലോകത്തിലെ ജനങ്ങൾ അത് ചിലപ്പോൾ 200 കോടി ജനം, അങ്ങനെ സമുദ്രം പോലെ കിടക്കുന്ന ജനസമൂഹത്തെയാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ജനസമുദ്രത്തിൽ നിന്ന് ആദ്യത്തെ ജീവി സിംഹത്തെ പോലെയായിരുന്നു എന്ന് കർത്താവ് പറയുന്നു. സിംഹത്തിൻ്റെ സ്വഭാവം എന്താണ് നമുക്കറിയാം. ആ സിംഹരാജാവ് എന്നാണ് പറയുക. സിംഹത്തിൻ്റെ രാജാവ് അവൻ ഓടിച്ചിട്ട് ഇരയെ ആക്രമിക്കും, അത് കടിച്ച് വലിച്ചു പറിച്ച് ആ ജീവനോടെ തന്നെ തിന്നും. അതിൻ്റെ സ്വഭാവം അതാണ്. എന്ന് പറഞ്ഞാൽ ഈ സിംഹത്തിൻ്റെ സ്വഭാവമുള്ള ചില രാജ്യങ്ങൾ, സിംഹത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യ സമുദ്രം, സിംഹ സ്വഭാവമുള്ള മനുഷ്യ സമുദായം എന്നാണ് കർത്താവ് കടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. അത് വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെ പോലെയായിരുന്നു ആദ്യത്തേത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് കഴുകിൻ്റെ ചെറുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ ചെറുകളിൽ ഒന്ന് പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ 2 കാലുകൾ നിർത്തി. മനുഷ്യൻ്റെ മനസ്സും അതിന് നൽകപ്പെട്ടു. അപ്പോൾ ആ ജീവിയെ അർത്ഥമാക്കുന്നത് ആ സിംഹ സ്വഭാവമുള്ള ആ ജീവിക്ക് മനുഷ്യൻ്റെ മനസ്സാണ്. മനസ്സ് മനുഷ്യൻ്റെ ഇതുപോലെയാണ്. പക്ഷേ സ്വഭാവം എന്താണ്? അവൻ്റെ ആത്മീയ പ്രവർത്തനം എന്താണ്? അവൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്താണ്? സിംഹത്തെ പോലെ കൊല്ലുക, കടിക്കുക, നശിപ്പിക്കുക, പിച്ചു ചീന്തുക, അതാണ് അവൻ്റെ സ്വഭാവം. അതിനുശേഷം ഒന്നാമത്തെ ജീവിയെ പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലെങ്കിലും അത് ഇപ്രാവശ്യം എൻ്റെ 2-ാമത്തെ ജീവിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ജീവിയെക്കുറിച്ചും നിങ്ങൾ സൂചിപ്പിച്ച് സംസാരിക്കണം. 2-ാമത്തെ ജീവി, അതിന് കർത്താവ് പറയുകയാണ്, അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ 2 കാലിൽ നിർത്തി. മനുഷ്യൻ്റെ മനസ്സും നൽകപ്പെട്ടു. ഇതാ 2-ാമത്തേത്, കരടിയെപ്പോലെ മറ്റൊരു മൃഗം. അവിടെയാണ് നമ്മൾ 2-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം, അവൻ 2-ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2-ാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കല്ലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളിത് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയാൻ കുതിരപ്പുറത്ത് ഇരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. ഖഡ്ഗം, വാള് അഥവാ യുദ്ധം. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എഴുതുമ്പോൾ 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ദാനിയേൽ പ്രവചനം ഇതെഴുതുന്നത്. ഇന്ന് നമ്മൾ ഇതേ വചനം പഠിക്കുന്നത് 2025 ഇരുന്നുകൊണ്ടാണ്. അതാണ് ഇതിൻ്റെ താരതമ്യം. അന്ന് 4 ജീവി, ആ ജീവിയിലെ കുതിര എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് മനുഷ്യന്, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ജീവിയായിരുന്നു. ഏറ്റവും വലിയ ശക്തമായ സ്പീഡിൽ ഓടുന്ന ജീവിയാണ് കുതിര. എന്നാൽ ഇന്ന് കുതിര ഉപയോഗിച്ചല്ല യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ 2-ാമത്തെ ജീവിയായ ആ കരടിയുടെ സ്വഭാവം എന്താണ്? മറ്റു മൃഗം അത് നൽകപ്പെട്ടു. ഇവിടെ വ്യക്തമായിട്ട് ആ കരടിയെക്കുറിച്ച് പറയുന്നുണ്ട്. കരടിയെ പോലെ ഒരു മൃഗം, അതിനെ ഒരു വശം ഉയർത്തപ്പെട്ടു. അത് 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു, ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, കരടിയുടെ സ്വഭാവം എന്താണ്? കടിച്ച്
കീറി ഒറ്റ കടിച്ചൊരു കുടച്ചിൽ, അതോടുകൂടി ആ ജീവി അതിൻ്റെ ഇര മരിക്കുന്നു. പിന്നെ അതിൻ്റെ മാംസം തിന്നുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇന്നതിൻ്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കും? ഇന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ കരടിയുടെ സ്വഭാവമുള്ള മനുഷ്യവർഗം അല്ലെങ്കിൽ മനുഷ്യ സമുദായം അല്ലെ രാജ്യങ്ങൾ, അതിൻ്റെ തത്വസംഹിതകൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ കൊടികൾ, അതിൻ്റെ വർണ്ണങ്ങൾ, അതിൻ്റെ മുദ്രാവാക്യങ്ങൾ എല്ലാം ഇന്നത്തെ രീതി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ടാമത്തെ ജീവിയായ കരടിയുടെ സ്വഭാവമുള്ള മനുഷ്യ സമുദായം അല്ലെ ആശയം, ആ ആശയത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ വേറൊരു വചനത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതതിൻ്റെ വേറൊരു തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് ഇപ്രകാരമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം, നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിൽ ഒരു പ്രത്യേക വചനം കൂടി എഴുതി വെച്ചാൽ അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ രണ്ടാമത്തെ മുദ്രയെ വിലയിരുത്താൻ. അതിന് മനുഷ്യൻ്റെ തിന്മയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പാപത്തിൻ്റെ യുഗം, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാപത്തിൻ്റെ യുഗം കഴിഞ്ഞുപോയി. മനസ്സുകൊണ്ട് ഭാവനയിൽ കണ്ട് ചിന്തിച്ച് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടൊക്കെ ഇങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ട് കാണുന്ന സാങ്കല്പിക രൂപമുള്ളതിനെയാണ് പാപം എന്ന് പറയുക. എന്നാൽ റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ മനുഷ്യൻ്റെ തിന്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിന്മ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പ്രവൃത്തി രൂപം. പാപത്തിൻ്റെ പ്രവൃത്തി രൂപമായ തിന്മയിൽ എന്ത് സംഭവിക്കും? തിന്മയുടെ കാലഘട്ടം വരുമ്പോൾ നമ്മുടെ കർത്താവ് പറയുകയാണ്, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടും. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഒരു രണ്ടാമത്തെ ജീവി കടന്നു വന്നു, തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇന്ന് കുതിരകളല്ല ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീക്കനൽ നിലമുള്ള മിസൈലുകളെയാണ് ദൈവമായ കർത്താവ് അർത്ഥമാക്കുന്നത്. അന്ന് കുതിരകളാണെങ്കിൽ ഇന്ന് മിസൈലുകൾ. അന്ന് എന്തുകൊണ്ടാണ് അതിന് തീക്കനലിൻ്റെ നിറം എന്ന് പറയുന്നത്? അതിന് നമുക്കറിയാം, ഇത് നമ്മുടെ അടുത്ത കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപന സമയത്ത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ആണവ ആയുധങ്ങളെയും മറ്റ് ആയുധങ്ങളെയൊക്കെ പ്രദർശിപ്പിക്കുകയുണ്ടായി, മിസൈലുകളെ. അതിനകത്ത് പിനാക എന്ന് പറയുന്ന ഒരു പുതിയ തരം മിസൈൽ, ഇന്ത്യയുടെ ഏറ്റവും ശാസ്ത്ര സാങ്കേതിക വിദ്യയുള്ള വലിയൊരു മിസൈൽ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട്. അത് ലോകരാഷ്ട്രങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കളർ മഞ്ഞ കളറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തീക്കനൽ നിറമാണ്. അപ്പോൾ എന്താണ് ഒരു സംഭവം? അതിൻ്റെ ആണവ ഫോർമുലകളെ വഹിക്കാൻ സാധിക്കും. അപ്പോൾ അണുവായുധം പൊട്ടിയാൽ അഗ്നിക്കനലുകൾ, തീക്കനലിൻ്റെ നിറം, അഗ്നിയുടെ നിറം, മഞ്ഞ കളർ അല്ലെങ്കിൽ മഞ്ഞയും ഓറഞ്ചും കലർന്ന അഗ്നിയുടെ നിറമാണ് അതിന്. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നത്, ആ മിസൈൽ കടന്നു വന്നാൽ എന്താണ് സംഭവിക്കുക? അത് ആണവായുധമാണ്. അത് നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഗ്നിയാണ്. അപ്പോൾ ആ മിസൈൽ വരുന്നത് തന്നെ മഞ്ഞ കളറിലാണ്. അത് ഭൂമിയിൽ വീണാൽ എന്ത് സംഭവിക്കും? അഗ്നിയാണ്. അപ്പോൾ കർത്താവ് പറയുന്ന രണ്ടാമത്തെ കുതിര, അതായത് കരടിയുടെ സ്വഭാവമുള്ള മനുഷ്യവർഗത്തെ, മനുഷ്യ സമുദായം അല്ലെങ്കിൽ രാഷ്ട്രം, അത്തരം രാഷ്ട്രത്തിൽ നിന്ന് ഒരു കുതിര പോലെ ഒരു മിസൈൽ കടന്നു വന്ന് ഭൂമിയിൽ വീഴുമെന്നും അത് വീഴുമ്പോൾ എന്ത് സംഭവിക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് കരടി പറയുകയാണ്, ഇഷ്ടം പോലെ നീ മാംസം ഭക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടം പോലെ കൊന്നു തിന്നുകൊള്ളുക എന്നാണ് കരടിയോട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ആ മിസൈൽ വരുന്ന രാഷ്ട്രം ഉദ്ദേശിക്കുന്നതാണ്, ഈ മിസൈൽ ചെന്ന് വീഴുന്ന രാഷ്ട്രങ്ങളിൽ ഇഷ്ടം പോലെ കൊലപാതകങ്ങൾ നടക്കട്ടെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യൻ മരിക്കട്ടെ എന്നുള്ള ചിന്തയിലാണ് ഈ മിസൈൽ വരുന്നത്. അതുകൊണ്ട് കർത്താവ് പറയണം. പിന്നെ അടുത്ത വചനം കർത്താവ് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ അതിന് അധികാരം നൽകപ്പെട്ടു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ അതിന് അധികാരം നൽകപ്പെട്ടു. അതിന് വലിയ ഖഡ്ഗവും നൽകി. ആ രാഷ്ട്രം ഇപ്പോൾ നമുക്ക് ഏത് രാഷ്ട്രമാണെന്നൊക്കെ പ്രഖ്യാപിച്ച് പറയാൻ നമുക്കറിയാമെങ്കിലും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ അത് മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ അത് ഒരു രഹസ്യമായിട്ട് അവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, കരടിയുടെ സ്വഭാവ ശൈലിയുള്ള, സ്വഭാവ കാഴ്ചപ്പാടുള്ള രാഷ്ട്രമോ ആശയമോ ആയ ഒരു വിഭാഗം കടൽ പോലെ കിടക്കുന്ന ജനങ്ങളിൽ നിന്നും കടന്നു വരുന്ന ഒരു ആണവ മിസൈൽ, ഒരാണവ മിസൈലല്ല, അതിൻ്റെ വ്യൂഹമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആയിരക്കണക്കിന് ഒരു വ്യൂഹമായിരിക്കും കടന്നു വരിക. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തേക്ക് ഇടാൻ വേണ്ടി അവർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ലക്ഷക്കണക്കിന് മനുഷ്യരെ ശവമായി മാറും, മരിച്ചു പോകും. അപ്പോൾ കരടി വന്ന് ഇഷ്ടംപോലെ മാംസം തിന്നുവാൻ അനേകായിരം ആൾക്കാരെ കൊല്ലുന്നത് പോലെ ഈ മിസൈൽ കടന്നു വന്നാൽ എന്തു സംഭവിക്കും? മനുഷ്യർ പരസ്പരം
ഹിംസിക്കുമാർ സമാധാനം ഭൂമിയിൽ എടുത്തുകൊള്ളാൻ മാത്രം വലിയ സംഭവം നടക്കും. അതായത് ഒരു ആണവ മിസൈൽ മറ്റൊരു രാഷ്ട്രത്തിന് മേൽ ഒരു രാഷ്ട്രം ഇട്ടാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുക? വലിയ കോപം, വലിയ വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും പിന്നെ ഒരു യുദ്ധം, അങ്ങനെ ഇടുന്ന രാഷ്ട്രം പിന്നെ ഒരു യുദ്ധം, ഒരു ഖഡ്ഗം, അവനൊരു ഖഡ്ഗം നൽകപ്പെട്ടു. എന്നാൽ അവനൊരു പ്രത്യേക ആയുധം നൽകുകയാണ്. ഒരു ആണവായുധമായിരിക്കും നൽകുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബായിരിക്കും, അല്ലെങ്കിൽ ജൈവ ആയുധം നിറച്ച ബോംബായിരിക്കും. ഇതൊക്കെ മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാലം. ആ കാലം ഇപ്പോഴാണ്. ഈ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മുദ്ര തുറന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു സത്യം ഏതാണ്? ഈ ആണവായുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇനിയുള്ള യുദ്ധം ഒരു മുദ്ര തുറക്കുന്ന പോലെയാണ്. ആ മുദ്രയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുന്ന സത്യം ഇതാണ്. ഈ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞ ആ സ്വഭാവമുള്ള രാഷ്ട്രം ഈ ആണവ ആയുധങ്ങൾ നിർമ്മിച്ച് അത് രഹസ്യ അറകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് പൊട്ടുവാനുള്ള മറനീക്കിയത് പുറത്തേക്ക് വന്നിട്ടില്ല. അത് ഇങ്ങനെയുള്ള കാലഘട്ടം, ഇത് എപ്പോൾ പൊട്ടണമെന്ന് പ്രത്യേകിച്ച് 2027 കാലഘട്ടം വരുമ്പോൾ ഇത്തരം മിസൈലുകൾ അതുണ്ടാക്കി വെച്ചിരിക്കുന്ന അറയിൽ നിന്നും അതിൻ്റെ മുദ്ര, അതുണ്ടാക്കി വെച്ച് സീല് ചെയ്ത് അടയ്ക്കപ്പെട്ട അതിൻ്റെ വാതിലാകുന്ന ആ മുദ്ര തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, അതാണ് റോമാക്കരകളിലെ 1:12 പറഞ്ഞ്, അത്തരം മിസൈൽ ആകാശത്തു നിന്ന് കടന്നു വരുന്നു, ദൈവത്തിൻ്റെ ക്രോധം അഗ്നി പോലെ ആകാശത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ആണോ മിസൈൽ ആകാശത്തു നിന്ന് ഇങ്ങനെ കടന്നു വരുന്നു. അതുകൊണ്ട് പറഞ്ഞത് അഗ്നിയുടെ തീക്കനലിൽ നിറമുള്ള ഒരു കുതിര കടന്നു എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ആ കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഏതോ സ്ഥലത്ത് ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അത് നമുക്ക് അതിന് മുമ്പ് കാണാൻ പറ്റില്ല, ഈ ഭൂമിയിൽ ആർക്കും കാണാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് പറയാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഏകദേശം കണക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ ഏകദേശ രീതിയിൽ പറയാം. വ്യക്തമായിട്ട് പറഞ്ഞാൽ ചില വേരിയേഷണൽ ഡേറ്റ് ഉണ്ടാകും. അത് 2027 കാലഘട്ടങ്ങളിൽ ആദ്യത്തെ ഇത്തരം മിസൈലുകൾ ഭൂമിയിലേക്ക് കടന്നു വരും. അത് ചില രാഷ്ട്രങ്ങളുടെ, ചില കരടിയുടെ സ്വഭാവമുള്ള രാഷ്ട്രത്തിൽ നിന്നും അത് ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ ആയിരങ്ങൾ കൊല്ലപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു മാറ്റപ്പെടും. അത് രണ്ടാമത്തെ മുദ്ര തുറക്കുമ്പോൾ കരടിയുടെ സ്വഭാവമുള്ള, കുതിര ശക്തിയുള്ള, തീക്കനലിൻ്റെ നിറമുള്ള ആണവ മിസൈലുകൾ ലോകത്തുനിന്ന് വീഴുമ്പോൾ, ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് വീഴുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതിൻ്റെ വൈരാഗ്യ നിമിത്തം ഈ കരടിയുടെ സ്വഭാവമുള്ള ജനകോടികളുടെ സമുദ്രമാകുന്ന രാഷ്ട്രത്തിൽ നിന്ന് കടന്നു വരുന്ന മിസൈലുകളെ ഓർത്തുകൊണ്ട് അതിനെതിരെ മറ്റൊരു രാഷ്ട്രം യുദ്ധത്തിന് വരുമ്പോൾ ഈ രണ്ട് ജാതികൾ തമ്മിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം പോലെ അങ്ങോട്ട് സംഭവിക്കും. അതായത് ഏത് രാഷ്ട്രത്തിലേക്ക് മിസൈൽ ഇട്ടത്, ആ രാഷ്ട്രത്തിലെ ആളുകൾ സ്വന്തം രാഷ്ട്രമുണ്ടെങ്കിൽ അവരെ കൊല്ലും, അവരെ കാണാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേൽക്കാരെ കണ്ടാൽ പ്രശ്നമാകും, ഇസ്രായേൽക്കാരുടെ ആൾക്കാർ ഹമാസിനെ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഹിംസിക്കുവാൻ മാത്രം തക്കമായ രീതിയിൽ അവർ തയ്യാറായി കൊന്ന് തള്ളുക, കൊന്ന് നശിപ്പിക്കുക, കൊല്ലുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ലോകം മൊത്തം മാറ്റപ്പെടും. അതുകൊണ്ടാണ് മുദ്ര തുറന്നു വരുന്നു പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരർത്ഥത്തിൽ ഒരു മുദ്ര തുറന്നു. ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ വാർത്തകൾ കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു യുദ്ധം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇനി ഈ മുദ്ര തുറന്നുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ, ഈ തീക്കനലിൻ്റെ നിറമുള്ള മുദ്ര ഇനി കടന്നു വരിക എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നത്, അത് വീണാൽ ആ വീഴുന്നതിൻ്റെ ആ വൈരാഗ്യത്തെ, ആ വെറുപ്പിനെ ഓർത്ത് ഏത് രാഷ്ട്രം എങ്ങോട്ടിട്ടോ അതിൻ്റെ ജാതികൾ തമ്മിൽ പരസ്പരം കൊല്ലുവാൻ തക്കവിധം വലിയ യുദ്ധമല്ല, വലിയ കൊലപാതക പരമ്പര ലോകത്ത് സംഭവിക്കും. അത് ലോകത്ത് എന്ത് ചെയ്യും? സമാധാനം എല്ലാ രാഷ്ട്രങ്ങൾക്കും നമുക്കറിയാം. ഇന്ത്യ പോലുള്ള രാഷ്ട്രം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഭാരത സംസ്കാരം, ആർഷഭാരത സംസ്കാരം, സനാതന മൂല്യങ്ങൾ, സത്യസന്ധത, നീതിബോധം ഒക്കെയുള്ള ഒരു തത്വസംഹിതയുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? ഈ സനാതന മൂല്യത്തെയും സത്യത്തെയും അതിൻ്റെ എതിർകക്ഷികൾ മാനിക്കുകയില്ല. ഇപ്പോൾ ഹൈന്ദവ സമുദായത്തിലെ ആളുകൾക്ക് സനാതന സത്യങ്ങളും സനാതന മൂല്യങ്ങളും അവരുടെ ആർഷഭാരത സംസ്കാരവും എല്ലാം മനുഷ്യനായി കാണുക, മാനുഷിക സംസ്കാരം, മാനുഷിക സ്നേഹം, നിഷാദ, കൊല്ലരുത്, അങ്ങനെയൊക്കെയുള്ള പ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ഒരു സാംസ്കാരിക ബോധം ഇന്ത്യ രാഷ്ട്രത്തിനുണ്ട്. എന്നാൽ ഇന്ത്യ രാഷ്ട്രത്തെ വെറുക്കുന്ന മറ്റൊരു രാഷ്ട്രമായ ചൈനക്കാർക്കൊന്നും അവർക്ക് നീതിബോധമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരിങ്ങോട്ട് കൊലപാതകത്തിന് വരും, കൊല്ലാൻ വരും, തല്ലാൻ വരും. അപ്പോൾ അവിടെ വലിയ പരസ്പരം കൊല്ലുവാൻ തക്കവിധം ഭൂമിയിൽ ഒരു സമാധാനത്തിൻ്റെ സിസ്റ്റം എല്ലാ രാഷ്ട്രങ്ങളിലും എടുത്തു മാറ്റപ്പെടും.
അത് അമേരിക്കയിലാണെങ്കിലും അവിടെ യഹൂദന്മാരെ കണ്ടാൽ ആക്രമിക്കുന്ന കാലം വരും, മുസ്ലിങ്ങളെ കണ്ടാൽ കൊല്ലുന്ന ആക്രമിക്കുന്ന കാലം വരും, ക്രിസ്ത്യാനികളെ കണ്ടാൽ കൊല്ലുന്ന ആക്രമിക്കുന്ന കാലം വരും. അതൊക്കെ അടുത്തടുത്ത കാലഘട്ടങ്ങളിൽ വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇത് വെളിപാട് ഗ്രന്ഥം എഴുതിയത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി എന്ന് പറയുമ്പോഴും AD 1-ാം നൂറ്റാണ്ടിൽ, അത് യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതുന്നത്. അപ്പം ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളുടെ സ്വഭാവമുള്ള രാഷ്ട്രങ്ങൾ രൂപപ്പെടുമെന്നും ആ രാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ആശയങ്ങളും തത്വസംഹിതയും ഉൾക്കൊള്ളുന്ന വലിയ ആണവബോംബുകൾ എതിർ രാഷ്ട്രങ്ങളിലേക്ക് ഇടുമെന്നും അങ്ങനെ ഇടുമ്പോൾ വലിയ അതായത് ആ രാഷ്ട്രങ്ങളുടെ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യും. ഈ ആണവബോംബിൻ്റെ സ്ഫോടനത്തോടുകൂടി ലോകം മുഴുവൻ വലിയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരസ്പരം കൊല്ലുന്ന, എവിടെ നോക്കിയാലും കൊലപാതകം, എവിടെ നോക്കിയാലും ശവശരീരങ്ങൾ, എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത അവസ്ഥ, എവിടെ നോക്കിയാലും മൂല്യങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥ, എവിടെ നോക്കിയാലും സ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥ, എവിടെ നോക്കിയാലും സഭയുടെ തത്വങ്ങളോ സഭയുടെ മൂല്യങ്ങളോ ഒക്കെ മാറ്റിമറിക്കപ്പെട്ട അവസ്ഥ, ദൈവം എന്ന പരമസത്യത്തെ മാറ്റിവെച്ച അവസ്ഥ, സ്നേഹത്തിന് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥ, മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥ, അതിനെ ആരും മാനിക്കാത്ത അവസ്ഥ, എങ്ങനെയും കൊല്ലുക എന്നുള്ളൊരവസ്ഥ പരസ്പരം. അതുകൊണ്ട് കർത്താവ് വന്നിരിക്കുകയാണ്, മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അപ്പോൾ ഈ കുതിരയുടെ പുറത്തിരിക്കുന്ന വ്യക്തി, അപ്പോൾ ഈ ആണവ മിസൈൽ പോലെയുള്ള ഈ മഞ്ഞക്കുതിരയെ, തീക്കണ്ണ നിറമുള്ള ഈ കുതിര കടന്നു വന്നപ്പോൾ അത് അർത്ഥമാക്കുന്ന രാഷ്ട്രം അവർ എന്താ പറഞ്ഞത്? കുതിരപ്പുറത്തിന് അത്തരം രാഷ്ട്രത്തിന് അധികാരം നൽകും. അതായത് കരടിയുടെ സ്വഭാവമുള്ള രാഷ്ട്രത്തിന് ഈ അധികാരം നൽകപ്പെടുമ്പോൾ ഏത് മനുഷ്യനെ എവിടെ വെച്ചും കൊള്ളാനുള്ള സംവിധാനം, അത് അവരുടെ രാഷ്ട്രത്തെ മാത്രം മാനിക്കുക, മറ്റുള്ള രാഷ്ട്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കാലഘട്ടം മാറ്റപ്പെടും. അപ്പോൾ പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ മുദ്ര 2027 ശേഷം, 27 മുമ്പ് തുറക്കപ്പെടുകയില്ല, 27 ശേഷം 28-ലോ 29-ലോ ഒക്കെ ഈ മുദ്രകൾ ഇങ്ങനെ തുറന്ന് പൊട്ടി വരും. അപ്പോൾ എന്തൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്നുള്ളതിനെ പറ്റിയാണ് രണ്ടാമത്തെ മുദ്രയെപ്പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഒന്നാമത്തെ മുദ്ര യുദ്ധത്തിൻ്റെ തുടക്കമാണ്. ഒന്നാമത്തെ യുദ്ധത്തിൻ്റെ മുദ്രയുടെ തുടക്കം എന്ന് പറയുന്നത് സക്രിയാപ്രവാചകന്റെ പുസ്തകത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ആ ക്ലാസ്സിനെ പറ്റി സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സക്രിയാപ്രവാചകന്റെ പുസ്തകത്തിൽ അത് എഴുതി വച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ വേറൊരു ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ഉക്രൈനും റഷ്യയും തമ്മിലൊക്കെയാണ് യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേലും ഗാസയും തമ്മിലൊക്കെയാണ് യുദ്ധം. എന്നാൽ അത് 1-2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇത് 2 ചേരിയായി തിരിഞ്ഞു നിന്നുകൊണ്ട് ലോകം മുഴുവൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയൊരു സംഭവം, വലിയൊരു ലോക പ്രശ്നം, വലിയൊരു മനുഷ്യൻ്റെ കിറാമുട്ടി, ഒരിക്കലും ആർക്കും ചർച്ച ചെയ്താൽ തീരാത്ത അത്ര വലിയ ചരിത്ര സംഭവമായ, അത്ര വലിയ സംഭവമായ, അത്ര വലിയ പ്രശ്നകലുഷിതമായ ഒരേ ഒരു പ്രശ്നവും ഒരേ ഒരു യുദ്ധത്തിൻ്റെ തുടക്കവും സംഭവിക്കുന്നത് ജെറുസലേം ദേവാലയം അതിന് പണിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സക്രിയാപ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ സർവശക്തനായ ദൈവം ഈ സംഭവത്തെ, ഇപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ മുദ്ര തുറക്കുന്നതിനെ പറ്റി കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ മുദ്രയുടെ തുടക്കവും അതിൻ്റെ രണ്ടാം ഘട്ടമായ രണ്ടാമത്തെ മുദ്രയുടെ സംഭവങ്ങളും നടക്കുന്നത് എപ്രകാരമാണെന്ന് സക്രിയാപ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും. കർത്താവ് എത്ര വ്യക്തമായി വെച്ചിരിക്കുന്നത്, ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് രണ്ടാമത്തെ കുതിര. ഈ കുതിര കടന്നു വരുമ്പോൾ അത് ജെറുസലേം എന്ന ആ ഭാരമേറിയ പ്രശ്നം, ജെറുസലേം എന്ന ആ ജെറുസലേം ദേവാലയം വരുന്ന അതേ സ്ഥലത്ത് വീണ്ടും ഇസ്രായേൽക്കാർ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്ത് അത് എന്ന് തുടങ്ങുന്നുവോ, എന്ന് അൽ-അഖ്സ പള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നുവോ, അന്ന് ആദ്യത്തെ ഒന്നാമത്തെ മുദ്ര, വെളിപാടിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒന്നാമത്തെ മുദ്ര, ആ ഇസ്രായേൽ വെളുത്ത കുതിരയും വെളുത്ത കുതിരയുടെ പുറത്തിരിക്കുന്നവനുമായ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ മുദ്ര പൊട്ടുകയും, ആ പൊട്ടുമ്പോൾ സംഭവിക്കുന്നത് ഇതേ കുതിരകളാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ഇപ്പോൾ പറഞ്ഞു കുതിരകളെ കുറിച്ചാണ്, അത്തരം ഒരു വെള്ള കുതിരയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുതിര എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഇന്നത്തെ കാലത്ത് മിസൈലാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അവൻ ഈ വിഷയത്തെ, ജെറുസലേം എന്ന വിഷയത്തെ ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അറിയിച്ചു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും എന്ന് പറഞ്ഞാൽ
മിസൈലുകൾക്ക് പരിഭ്രാന്തി പിടിച്ച പോലെയാവും. മിസൈലുകൾ നേരെ പോകേണ്ട മിസൈലുകൾ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് വീണ് അലക്ഷ്യമായിട്ട് ലക്ഷ്യസ്ഥാനങ്ങൾ തെറ്റി വീഴും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ സാങ്കേതിക വിദ്യയും ലോകം കണ്ടുപിടിക്കും. കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും. കുതിരക്കാരന്മാരെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുതിരയുടെ പുറത്തിരിക്കുന്ന വ്യക്തി, അതിൻ്റെ രാജാവ്, ആ രാഷ്ട്രത്തിൻ്റെ രാജാവ്. എന്നാൽ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ആണവ മിസൈലുകളുടെ ഓണർഷിപ്പുള്ള, അത് അധികാരമുള്ള, അതായത് ഇന്നത്തെ ഗവൺമെൻറ്റുകളുടെ ആണവായുധമുള്ള ഗവൺമെൻറ്റുകൾ, ആ ഗവൺമെൻറ്റുകളുടെ സ്ഥാനം, അതിൻ്റെ ശക്തി. അപ്പോൾ കുതിരപ്പുറത്തിരിക്കുന്നവന് ഭ്രാന്ത് വരുത്തുമെന്ന് പറഞ്ഞാൽ എന്തായി? ഇന്ന് ആണവ രാഷ്ട്രങ്ങളുള്ള രാഷ്ട്രത്തലവന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഭ്രാന്ത് പിടിച്ച പോലെ ആവുകയും അവർ ആണവ മിസൈലെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയും. അങ്ങനെ വരുമ്പോഴാണ് രണ്ടാമത്തെ ജീവിയുടെ മുദ്ര അവിടെ പൊട്ടുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. വെളിപാട് 25, വെളിപാട് 6:2 പറഞ്ഞിരിക്കുന്നത് സംഭവിക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാലേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ രണ്ടാമത്തെ മുദ്ര തുറക്കുമ്പോൾ എന്തു സംഭവിക്കും? ഈ കുതിരപ്പടയാളികളുടെ പുറത്തിരിക്കുന്ന രാജാക്കന്മാർ, അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞ ഗവൺമെൻറ്റുകൾക്ക്, ആണവ രാഷ്ട്രങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആവുകയും ആണവായുധങ്ങളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കരടിയോട് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ മാംസം ഭക്ഷിച്ചുള്ള എന്ന് പറഞ്ഞതുപോലെ ലോകത്ത് ജനകോടികൾ കൊല്ലപ്പെടുന്ന അവസ്ഥ, മനുഷ്യൻ മരിക്കുന്ന അവസ്ഥ വരുമെന്ന്. രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യൻ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്ത് വരുന്നതിന് അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ ഖഡ്ഗവും നൽകി. അത് വലിയ ഖഡ്ഗം, വലിയ ആണവ ആയുധം, ആ ആയുധത്തെ വെച്ചുകൊണ്ട് അവൻ ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കും. അവൻ ഇതെടുത്ത് ഉപയോഗിച്ചാൽ ഭൂഖണ്ഡം ഉണ്ടാവുകയില്ല, ഭൂമിയുടെ പകുതി ചിലപ്പോൾ ഉണ്ടാവുകയില്ല. വേണ്ടി വന്നാൽ ഭൂമിയെ മുഴുവനും ബഹിരാകാശത്തുനിന്ന് ഈ ആണവ ആയുധങ്ങൾ ഇറക്കിയ ഭൂമിയെ നശിപ്പിക്കുമെന്ന് പറയുന്ന ആ വാള്, ആ ഖഡ്ഗം, അത് ഉപയോഗിച്ചുകൊണ്ട് രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്തുന്ന അവസ്ഥയിലേക്ക് വരും. ഈ രണ്ടാമത്തെ മുദ്ര ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള സംഭവമാണ് നടക്കാൻ പോകുന്നത്. അതിനാൽ കർത്താവ് പറഞ്ഞ ഈ വചനം രണ്ടാമത്തെ മുദ്ര തുറക്കുന്ന കാലഘട്ടങ്ങളിലേക്ക്, ഇതൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയ ജീവി 3500 വർഷം മുമ്പാണ് എഴുതിയതെങ്കിൽ ഇന്ന് അതിൻ്റെ രൂപവും ഭാവവും മാറിയത് മിസൈലുകളായി, അത് ആണവ യുദ്ധങ്ങളായി. അതുകൊണ്ടാണ് മുദ്ര എന്ന് കർത്താവ് ഇരിക്കുന്നത്. ഈ രണ്ടാമത്തെ മുദ്രയൊക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അന്നത്തെ കാലത്ത് ഈ സംഭവങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അന്നത്തെ കാലത്ത് ഇതെല്ലാം വചനരൂപത്തിൽ ദൈവം എഴുതി വെക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം വചനരൂപം മാറി, വസ്തുരൂപമായി മാറി, ആയുധങ്ങളായിട്ട് മാറി. ഈ ആയുധങ്ങളെല്ലാം മുദ്ര ചെയ്ത് ഭൂമിക്കടിയിൽ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുദ്ര നീക്കി അത് പുറത്തു വന്നാൽ സംഭവിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് കർത്താവായ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ജീവി പറഞ്ഞിരിക്കുന്ന കരടിയുടെ സ്വഭാവമുള്ള രാഷ്ട്രത്തിൽ നിന്ന് വരുന്ന ആണവ മിസൈലുകൾ ലോകത്ത് മുഴുവനും മരണം വിധിക്കുമെന്നും ലോകം മുഴുവനും യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമെന്നും കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ആ കാലഘട്ടം എത്തപ്പെട്ട കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടം 1-2 വർഷങ്ങൾക്കപ്പുറം ഇത് സംഭവിക്കുമെന്നും സർവശക്തനായ ദൈവം അരുളി ചെയ്യുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ മുദ്ര പൊട്ടാൻ അധിക താമസമില്ല. ഒന്നാമത്തെ മുദ്ര പൊട്ടി അധികം വൈകാതെ രണ്ടാമത്തെ മുദ്ര പൊട്ടുമെന്നും അപ്പോൾ ലോകം മുഴുവനും മൃതശരീരങ്ങൾ കൊണ്ട് നിറയുന്ന വലിയ ദുരന്തത്തിൻ്റെ അവസ്ഥ, മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്ക് വലിയ മരണത്തിൻ്റെ ഒരു കോട്ട തന്നെ ഉണ്ടാവും. മരണത്തിൻ്റെ നിലവിളി, മരണം മാത്രം ലോകം മുഴുവൻ, അത്രമാത്രം സംഭവം നടക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് സമാധാനം ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. ഈ ആണവ ആയുധം വന്ന് വീഴുന്നതോടുകൂടി ഭൂമിയിൽ പിന്നെ മനുഷ്യന് സമാധാനം ഉണ്ടാവുകയില്ല. അതായത് സ്നേഹം, സൗമ്യത, മനുഷ്യത്വം, ആദർശം, ആത്മീയത, അതുപോലെ സനാതന മൂല്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാം, സമാധാനം എന്ന അത്തരം മൂല്യങ്ങൾ എല്ലാം എടുത്തു മാറ്റപ്പെടും. അങ്ങനൊരു സമാധാനമില്ല. സമാധാനം, മാന്യത, മനുഷ്യത്വം, കരുണ, ദയ, സ്നേഹം, സത്യസന്ധത ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം മാറ്റപ്പെടും. അപ്പോൾ പിന്നെ അവിടെ എന്തു സംഭവിക്കും? അതിൻ്റെ എതിർ സംഭവങ്ങൾ വരും. ദുഷ്ടത, ക്രൂരത, ചതി, വഞ്ചന, കൊലപാതകം, അത്തരത്തിൽ രീതിയിലേക്ക് വരും. അതാണ് ആ ആയുധങ്ങൾ കൊണ്ട് വലിയൊരു ഖഡ്ഗം യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്തും നശിപ്പിക്കുക എന്നുള്ളത്, എന്തും കൊല്ലുക എന്നുള്ളതാണ്, എന്തും ഇല്ലാതെയാക്കുക. ആ ഖഡ്ഗം വരും. അതിനാൽ കർത്താവിനെ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ ഈ സംഭവങ്ങളാണ് വരാനിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പ്രിയ സഹോദരരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്നൊരു കാലഘട്ടം വന്നുപോയി. ഇപ്പം 3500 വർഷം മുമ്പാണ് ഇത് ദാനിയേൽ പ്രവചനം എഴുതുന്നെങ്കിൽ 3000 വർഷങ്ങൾ ഇനിയുമുണ്ട് സംഭവിക്കാൻ. അന്ന് എഴുതിയവർക്കൊന്നും ഇത് പേടിക്കേണ്ട ആവശ്യമില്ല.
കാരണം അന്നൊന്നും ഈ സംഭവങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്നിതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ട് ഈ സ്വഭാവമുള്ള രാഷ്ട്രങ്ങളും ഈ സ്വഭാവമുള്ള ആദർശങ്ങളും കരടിയുടെ സ്വഭാവമുള്ള തത്വസംഹിതകളും ഉള്ള ജനങ്ങളുടെ കടലിൽ നിന്നും ജനകോടികളിൽ നിന്നും ഉയർത്ത് എഴുന്നേറ്റ് വരുന്നത് പോലെ ഇത്തരം മിസ്സുകൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഇനി ഏത് നിമിഷവും മനുഷ്യൻ ഏതെല്ലാം കാരണങ്ങളാൽ കൊല്ലപ്പെടാം, മരിക്കപ്പെടാം എന്നുള്ളതിനെ പറ്റിയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ടാണ് കർത്താവ് ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം പശ്ചാത്തലങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ചില വ്യക്തികൾ കൂടെ കർത്താവ് ലോകത്തെ സന്ദേശമായി തരുന്നത്. മരിച്ചാൽ ക്രിസ്തുവിൻ്റെ കൂടെ, ജീവിച്ചാൽ ക്രിസ്തുവിൻ്റെ കൂടെ. മരിച്ചാൽ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു, മാറ്റപ്പെടുന്നു. ജീവിച്ചാൽ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ഇവിടെ ഈ ഭൂമിയിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കണം. വേറൊന്നും നമുക്ക് ഇതിൻ്റെ പേര് തീരുമാനിക്കാനില്ല. അതുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ പലപ്പോഴും നിങ്ങൾ പറയാറുള്ളത് പോലെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആധുനിക ലോകത്തിലെ ചതിക്കുഴികൾ, സർപ്പത്തിൻ്റെ സംസാരങ്ങൾ, ഈ ആധുനിക ലോകത്തിലെ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കുന്ന എന്തെല്ലാം സംഭവങ്ങൾ, നിറങ്ങൾ, ചലനങ്ങൾ, സംഭാഷണങ്ങൾ ഉണ്ടോ, ആദർശം, ആശയമുണ്ടോ, അതിനെല്ലാം ദൂരെ എറിഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടെ മാത്രം ജീവിക്കാൻ ഒരു ക്രമീകരണം മനസ്സിൽ രൂപാന്തരപ്പെടുത്തി വെച്ചുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുക. ആ വെളിപാട് 22:14 പറയുന്നതാണ്, ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കയിൽ കഴിവ് വിശദീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഇത്തരം സന്ദർഭങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഏതാനും വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ 1ഉം 2ഉം മുദ്രകൾ അങ്ങ് പൊട്ടും പ്രിയപ്പെട്ടവർ. അന്നേരം ഈ പറഞ്ഞതെല്ലാം സംഭവിക്കും. അപ്പോൾ സംഭവിക്കുമ്പോൾ ഈ സംഭവത്തിന് നടുവിലായിരിക്കും നമ്മൾ ജീവിക്കുക. നമുക്ക് പലതും നഷ്ടപ്പെട്ടുന്നിരിക്കും. നമുക്ക് പലതും സ്വീകരിക്കാൻ പറ്റാത്ത വിധം വലിയ വേദനകൾ, സഹനങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ അവിടെയും ക്രിസ്തുവിൻ്റെ കൂടെയാണ് നീ ജീവിക്കുന്നെങ്കിൽ, യേശുവിന് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട ഒരു മനുഷ്യ ശരീരമാണ് നിൻ്റെ ശരീരമെങ്കിൽ, യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ആരാധനയും ആ സ്നേഹമാണ് നിൻ്റെ ഹൃദയത്തിലുള്ളെങ്കിൽ, യേശു എന്ന സത്യത്തിലേക്ക് മാത്രം മാറ്റപ്പെടുവാൻ ശക്തമായ യേശുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനസ്സാണ് എനിക്കുള്ളതെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. അത് കർത്താവ് സംരക്ഷിക്കും. അതുകൊണ്ടാണ് വെളിപാട് 3:10 കർത്താവിനെ സകല ഉപവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. എന്തെന്നാൽ നീ സഹനത്തിലും വേദനയിലും പ്രശ്നങ്ങളിലും എല്ലാം നീ എൻ്റെ വചനം കാത്തു. എൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ കാത്തുനിന്നു, യേശുവിന് വേണ്ടി ഞാൻ ജീവിച്ചു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. 1-ാമത്തെ മുദ്രയും 2-ാമത്തെ മുദ്രയും പൊട്ടുന്ന കാലഘട്ടങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഏത് മുദ്ര പൊട്ടിയാലും, ഏത് ആണവ ബോംബുകൾ ഭൂമിയിൽ സംഭവിച്ചാലും വീണാലും, എപ്പോൾ ഞാൻ മരിച്ചാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ, അതിനുവേണ്ടി എൻ്റെ ശരീരത്തെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റും നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നമ്മൾ ഭയപ്പെടേണ്ട. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടാവും. അതിനാ പ്രിയ സഹോദരങ്ങൾ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.